2025 സംസ്ഥാന റവന്യൂ അവാർഡ് ജേതാക്കൾ: മികച്ച ജില്ലാ കളക്ടറാണ് NSK ഉമേഷ്, എറണാകുളം. മികച്ച ജില്ലാ കളക്ടറേറ്റ് തൃശൂർ. മികച്ച സബ് കളക്ടർ K മീര, ഫോർട്ട് കൊച്ചി. മികച്ച RDO TK വിനീത്, നെടുമങ്ങാട്. മികച്ച RTO ഓഫീസാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ മികച്ച ജില്ലാ കളക്ടറാണ് NSK ഉമേഷ്, എറണാകുളം. മികച്ച ജില്ലാ കളക്ടറേറ്റ് തൃശൂർ. മികച്ച സബ് കളക്ടർ K മീര, ഫോർട്ട് കൊച്ചി. മികച്ച RDO TK വിനീത്, നെടുമങ്ങാട്. RDO ഓഫീസ് ഫോർട്ട് കൊച്ചി. ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ടിയാങ് ഹോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഏത് സഖ്യരാജ്യത്തു നിന്നുള്ള സഞ്ചാരി അയക്കാനുള്ള കരാറാണ് അടുത്തിടെ ഒപ്പുവെച്ചത്? അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന നിലയത്തിൻ്റെ നിർമ്മാണം 2022 ചൈന പൂർത്തിയാക്കിയത്. നെക്സ്റ്റ് ചോദ്യം: ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രിയാണ് അതിഷി. ആദ്യമായാണ് ഡൽഹിയിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് ആകുന്നത്. രാജ്യത്താദ്യമായൊരു ബയോ ബാങ്ക് നിലവിൽ വന്നൊരു മൃഗശാല എവിടെയാണ്? ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ്. രാജ്യത്താദ്യമായിട്ട് ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാലയാണ് ഡാർജിലിംഗ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയത് UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ 500 ദിർഹത്തിൻ്റെ നോട്ടാണ്. UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ 500 ദിർഹത്തിൻ്റെ നോട്ടാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂറിന് സമീപമുള്ള തുൾസി എന്ന ഗ്രാമം അടുത്തിടെ ഏത് നിലയത്തിലാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂറിന് സമീപമുള്ള തുളസി എന്ന ഗ്രാമം അത് ഏത് നിലയിലാണ്? ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം. 4000-ഓളം നിവാസികളുള്ള തുൾസിയിലെ 1000 പേരെങ്കിലും യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ കാലാവധി 2027 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചു. ആരാണ് ഈ ഉപദേഷ്ടാവ്? അനന്ത നാഗേശ്വരനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ കാലാവധി 2027 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചു. ഇദ്ദേഹം അനന്ത നാഗേശ്വരൻ ആണ്. നീതി ആയോഗ് CEO VBR സുബ്രഹ്മണ്യത്തിൻ്റെ കാലാവധിയും 1 വർഷത്തേക്ക് ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് KP ശങ്കരൻ. പ്രൊഫസർ KP ശങ്കരനാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം ജേതാവായത്. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തിറക്കിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യമാണ് ഡൊമിനിക്ക. പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചതാണ് ഡൊമിനിക്കയിലാണ്. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ഗ്രോക്ക് Grok 3. BBCയുടെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മനു ഭാകർ. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനാണ് തുഹിൻ കാന്ത് പാണ്ഡെ. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെയാണ് തുഹിൻ കാന്ത് പാണ്ഡെ. USAയുടെ അന്തരിച്ച ജീൻ ഹാക്മാൻ എന്ന നിലയിൽ പ്രസിദ്ധി നേടിയതാണ് 2 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ ഹോളിവുഡ് നടൻ. USലെ ഈയിടെ അന്തരിച്ച ജീൻ ഹാക്മാൻ 95 വയസ്സ്. ഏത് നിലയിൽ പ്രസിദ്ധി നേടി? 2 ഓസ്കാർ പുരസ്കാരം നേടിയ ഹോളിവുഡ് നടൻ എന്നാണ്. അടുത്തിടെ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്നൊരു വ്യക്തി ആരാണ്? ബോറിസ് എന്നാണ് പേര്. ബോറിസ് സ്പാസ്കി എന്നുള്ളതാണ്. അടുത്തിടെ ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റാണ് ഉർസുല വോൺ ദെർ ലെയൻ. ബോഫേഴ്സ് തേക്കിടപാടിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നൊരു മാധ്യമപ്രവർത്തകയായ ചിത്ര സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ് ബോഫേഴ്സ് ഗേറ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ ലോകത്തിലെ തന്നെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിലൊന്നായ ഏത് സോഫ്റ്റ്വെയറാണ് 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ചത്? അത് സ്കൈപ്പ് ആണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിൻ സെലൻസി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കത്തെ തുടർന്ന് ഏത് കരാറിൽ ഒപ്പുവെക്കാതെയാണ് മടങ്ങിയത്? ഉക്രൈൻ അത്യപൂർവ ധാതുസമ്പത്തിൻ്റെ ഭാഗത്തിനുള്ള അവകാശം USന് നൽകുന്ന കരാർ ആണ്. 2025 ഫെബ്രുവരി 2 ചന്ദ്രനിലിറങ്ങിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർ
ഫ്ലൈ എയ്റോസ്പേസിൻ്റെ പേടകം ബ്ലൂ ഗോസ്റ്റ്, പേര് ബ്ലൂ ഗോസ്റ്റ്. രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പട്ടം, തിരുവനന്തപുരം പട്ടം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പട്ടത്തെ ആസ്ഥാനത്ത് ആണ് മ്യൂസിയം സജ്ജമായത്. നാഗ്പൂരിൽ നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിജയിച്ചാണ് വിദർഭ കേരളത്തെയാണ് തോൽപ്പിച്ചത്. വിദർഭയുടെ 3ാം കിരീടമാണ്. നാഗ്പൂരിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിജയിച്ചാണ് വിദർഭ.